ഈ 1967 ഇടതുമുന്നണിയുടെ അന്നത്തെ കക്ഷി മുന്നണി മന്ത്രിസഭയിൽ അന്ന് അവിടുത്തെ ഒരു മന്ത്രിയെക്കുറിച്ച് ഉയർന്നിരുന്ന ഒരു ആരോപണം അത് സിഗരറ്റിൻ്റെ കവറിൽ വരെ എഴുതി കൊടുത്ത് നിയമനം നടത്തിയതാണ്. അതെ, സിഗരറ്റിൻ്റെ കവർ വേറെ പേപ്പറൊന്നും കിട്ടാത്തതുകൊണ്ട് സിഗരറ്റിൻ്റെ പാക്കറ്റ് പൊട്ടിച്ച് അതിൻ്റെ ആ കവറിൽ എഴുതി കൊടുത്ത് ഇവനെ നിയമിക്കണമെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു എന്നാണ്. ഏതായാലും ഈ ഒരു ആ രീതി പിന്നീട് അങ്ങോട്ട് അവരെല്ലാ ഇടതുമുന്നണി മന്ത്രിസഭകളിലും തുടരുകയായിരുന്നു. കാരണം അവരുടെ സ്വന്തക്കാരെ ആദ്യം പാർട്ടിക്കാർക്കായിരുന്നു മുൻഗണന, ഇപ്പോൾ വീട്ടുകാരും ബന്ധുക്കളും അങ്ങനെയൊക്കെ ആക്കി. ആദ്യം ഈ പാർട്ടിക്കാരെ എന്നുള്ള പരമാവധി കയറ്റിവിടുകയായിരുന്നു. ഇപ്പോൾ വീട്ടുകാരും ബന്ധുക്കൾ, സുഹൃത്തുക്കളുടെ ബന്ധുക്കൾ, അങ്ങനെയൊക്കെയുള്ള പാർട്ടി നേതാക്കളുടെ വേണ്ടപ്പെട്ടവർ അങ്ങനെയാക്കി. ചുരുക്കത്തിൽ നമ്മുടെ നാട്ടിൽ ഈ താൽക്കാലിക ജീവനക്കാരെ കൊണ്ട് ഇപ്പം വെളിയിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇടതുമുന്നണി സർക്കാർ 10 വർഷത്തെ ഭരണം കൊണ്ട് സർക്കാരിൻ്റെ സകല സ്ഥാപനങ്ങളും താൽക്കാലിക ജീവനക്കാരാണ്. ഈ ഇവർ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞൊരു സംവിധാനം കേരളത്തിലുണ്ടായിരുന്നു. ഈ 10 വർഷം കൊണ്ട് ആ സംവിധാനം ഇല്ലാതെ ഇതുണ്ടോ? എംപ്ലോയ്മെന്റ് ഓഫീസ് ഉണ്ട്, നമുക്ക് അവിടെ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യാം. ഒരു കാരണവശാലും അവിടെ നിന്ന് നിയമനം മുഴുവൻ ഇവരുടെ പാർട്ടിക്കാർക്കാണ് നിയമനം. അതായത് വലിയ നേതാക്കൾ കട്ടുമുടിക്കുമ്പോൾ അതിലൊരു ചെറിയ വിഹിതം ഇവർക്ക് കിട്ടുന്നത് ഇമാതിരി നക്കാപ്പിച്ച നിയമനങ്ങളിൽ ഇട്ടുകൊടുക്കും. അപ്പൊ ഈ 10 വർഷം കൊണ്ട് എടുത്തു വെച്ച മൊത്തം ആൾക്കാരെയും സ്ഥിരപ്പെടുത്തിയിട്ട് ഇറങ്ങിപ്പോകാനൊരു നീക്കം അതെല്ലാം ഇപ്പൊ പണി കിട്ടും. അപ്പം ഇപ്പൊ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ആ സ്ഥിരപ്പെടുത്താനുള്ള നീക്കത്തിനെതിരെ ഹൈക്കോടതിയിൽ ആരോ പോയിട്ട് അത് അവിടെ സ്റ്റേ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ നിലവിൽ UDF സർക്കാർ ചെയ്യാൻ പോകുന്നു ഈ 10 വർഷത്തിനുള്ളിൽ നിയമിച്ച മുഴുവൻ താൽക്കാലിക ജീവനക്കാരെയും പിരിച്ചുവിടാം. പ്രധാനമായും നമ്മുടെ നാട്ടിലെ സാംസ്കാരിക സ്ഥാപനങ്ങളിലും മൊത്തം ഈ ഇത്തരത്തിൽ ഇവർ സ്വന്തക്കാരെ വെച്ചിരുന്നതാണ്. അല്ല, ഇത് ഇവരുടെ ഒരു സ്ട്രാറ്റജിയായിരുന്നു. അതാണ് നമ്മൾ ആ കാര്യത്തിലാണ് ഇവരുടെ സംഘടനാ സംവിധാനം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. CPM സംഘടനാ സംവിധാനം അവർ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള ആൾക്കാർക്കും അവരുടെ ബന്ധുക്കൾക്കും ഒരു വീട്ടിൽ ഒരു പിൻവാതിൽ നിയമനം വെച്ചാൽ കൊടുത്തിട്ടുണ്ട്. അതായത് ആ വീട്ടിൽ ഒരാളെ നിത്യ വരുമാനമുള്ള ഒരാളാക്കി ഇവർ മാറ്റും. മനസ്സിലായില്ലേ? അതായത് ഒരാൾക്ക് ഒന്നുകിൽ സപ്ലൈകോയിൽ അല്ലെങ്കിൽ പിന്നെ കൺസ്യൂമർ ഫെഡിൽ പാക്കിങ്ങിൽ ലോഡിങ് ഒരു അൺലോഡിങ് അല്ലെ ക്ലീനിങ് അറ്റൻഡർ ഇങ്ങനെ ഇഷ്ടം പോലെ പോസ്റ്റുകൾ. അതായത് ഈ ഒരുപാട് ആൾക്കാർ ഈ 10 വർഷത്തിനുള്ളിൽ വിരമിച്ചിടത്തൊന്നും നിയമനം നടത്തും. അതുപോലെ ഒരു സർക്കാർ ആശുപത്രികൾ ഏറ്റവും കൂടുതൽ സർക്കാർ ആശുപത്രി ഈ സർക്കാർ ആശുപത്രികളിലെ KTDC അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇവർ താൽക്കാലിക ജീവനക്കാർ KSFE അതുപോലെ തന്നെ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങൾ എല്ലായിടത്തും ഇവർ നിയമിച്ചു. എങ്ങും എല്ലായിടത്തും സത്യത്തിൽ പ്രവർത്തന പരിചയം ഇവർ നൽകുന്ന ലിസ്റ്റിൽ നിന്ന് വേണം എടുക്കാൻ. എവിടെ എംപ്ലോയ്മെന്റ് മാത്രമല്ല നമ്മുടെ കിഫ്ബി ഓഫീസിലെ ലിസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നതാണ്. ഓരോരുത്തരും ബന്ധുക്കൾക്ക് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ ബന്ധുക്കൾക്ക് മുഴുവൻ പേർക്ക് ഭാര്യയും ഭർത്താവിനും മക്കൾക്കും എല്ലാവർക്കും അവിടെയാണ് ഞാൻ പറഞ്ഞത് ഈ ഒരാൾക്കെങ്കിലും നിയമനം കൊടുക്കുന്നു. അതോടുകൂടി ആ വീട്ടിലുള്ള മുഴുവൻ വോട്ടും ഇവർ ഉറപ്പിക്കും. ഈ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് ഇവരോട് ചെന്ന് പറയും, നിങ്ങളിപ്പം ജോലി ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ട് പോകാതിരിക്കണമെങ്കിൽ നിങ്ങൾ LDF നോട്ട് ചെയ്യണം, UDF വന്നാൽ നിങ്ങളെ പിരിച്ചു ഞങ്ങൾ വന്നാൽ നിങ്ങളെ സ്ഥിരപ്പെടുത്താം. പക്ഷേ ഇതിനിടയ്ക്ക് ഇവർക്ക് വേണ്ടപ്പെട്ട CPM ഭാര്യമാർക്കെല്ലാം നിയമനം കൊടുക്കും. ഈ വാഴക്കൊല PhD-കാരിക്കെല്ലാം ഭാര്യമാർക്ക് എല്ലാവർക്കും നിയമനം കൊടുക്കുന്നത് അങ്ങ് പോട്ടെ. നമ്മളൊരു ഓഫീസിൽ കയറി ചെന്നാൽ നമ്മൾ വിചാരിക്കും ഒരാൾ വന്ന് നമ്മളോട് വലിയ അധികാര സ്വഭാവത്തിൽ സംസാരിക്കും. നമ്മൾ വിചാരിക്കും ഈ ആളായിരിക്കും ഈ ഓഫീസിൻ്റെ ഹെഡ്. അത് അവിടുത്തെ താൽക്കാലിക ജീവനക്കാരനോ ജീവനക്കാരിയോ ആയിരിക്കും. കാരണം അവരാണ് അവിടെ എല്ലാം നിയന്ത്രിക്കുന്നത്. മാത്രമല്ല നമ്മൾ കുറേ കാലങ്ങളായി നമ്മളെല്ലാം കൊടുക്കാറുള്ള ചില വാർത്തകൾ ചില സർക്കാർ ഓഫീസിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ പിന്നിലുണ്ടായിരുന്ന താൽക്കാലിക ജീവനക്കാരാണ്. അതെ, ഈ താൽക്കാലിക ജീവനക്കാരെ ഇപ്പോൾ ഡ്രൈവർമാരെ, അറ്റൻഡർമാരെ, ക്ലീനിങ് സ്റ്റാഫ് എല്ലാം ഇവരാണ് ചെയ്യുന്നത്. ഇതിന് ഒരു മാനദണ്ഡം എന്താ? സർക്കാർ ഓഫീസുകളായിക്കോട്ടെ പൊതുമേഖലാ സ്ഥാപനമായിക്കോട്ടെ സർക്കാർ എടുക്കുന്ന ഏതും നിശ്ചിതമായ അറിയിപ്പ് വിളിച്ച് ഇൻ്റർവ്യൂ നടത്തി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് മുഖേന മാത്രമേ എടുക്കാവൂ. പക്ഷേ ഇവിടെ എല്ലാം സംഭവിച്ചിരിക്കുന്നത് അതാത് ഓഫീസ്. ഇപ്പം ഒരു ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ ഇപ്പം നമ്മുടെ തിരുവനന്തപുരം ജില്ല എടുക്കുക, ആ ഓഫീസിൽ നിന്നൊരു തൊഴിലവസരം അങ്ങിടും. ഇടുമ്പോൾ ആളിനെ തിരഞ്ഞെടുത്ത് അപ്പോയിന്റ് ചെയ്തിട്ടാണ് ഇത് ഇടുന്നത്. ഈ പാവപ്പെട്ട തൊഴിലാളികളെല്ലാം ഇത് കഴിവതും എങ്ങും വരാതിരിക്കാൻ ശ്രമിക്കും. പിന്നെ ഏതെങ്കിലും ഒരു പത്രത്തിൻ്റെ മൂലയ്ക്ക് രണ്ടോ ഇതാരെങ്കിലും കണ്ടുപിടിച്ചിങ്ങനെ നോക്കി ഇവർ വരുമ്പോൾ എല്ലാവരും വന്ന് വലിയ കാര്യത്തെ എഴുതും ഞങ്ങൾക്ക് കിട്ടുമെന്ന്. അവരവസാനം എന്ത് ചെയ്യും? റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി ഇവരെ നിയമിച്ച് ഇവരെ അങ്ങെടുക്കും. അപ്പം അതായത് ഓഫീസിലാണ് അങ്ങനെയല്ല ചെയ്യാൻ പാടില്ല. ഓർമ്മയുണ്ടോ കഴിഞ്ഞ ടൈമിൽ നമ്മുടെ മേയർ ഊട്ടി ഒരു ലിസ്റ്റ് കൊടുത്ത് ആളിന് ആവശ്യമുണ്ട്, പാർട്ടി ഓഫീസിൽ നിന്ന് ലിസ്റ്റ് ഉടനെ. അതെ, ഇതാണ് അവസ്ഥ. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥ എവിടെ ആരെ എടുത്താലും പാർട്ടി അംഗങ്ങളുടെ ബന്ധുക്കൾക്ക് മാത്രമായിട്ട് ഒരു സെലക്ഷൻ നടന്നുകൊണ്ടിരുന്നിടത്താണ് ആ പിൻവാതിൽ നിയമനം. അതും നമ്മൾ പറയാം 20,000 രൂപ തൊട്ടാണ് ശമ്പളം സ്റ്റാർട്ട് ചെയ്യുന്നത്. 1-2 ലക്ഷം 2-2.5 ലക്ഷം. കിഫ്ബിയിൽ
എത്ര ലക്ഷം അവിടെ ലക്ഷത്തിൽ പറഞ്ഞ പരിപാടിയില്ല. ഇല്ല. അപ്പോൾ അങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ ആൾക്കാരെ എടുത്തു വെച്ചിരിക്കുകയാണ്. ഈ രീതി തുടങ്ങുന്നത് ഈ പിണറായി സർക്കാരിൻ്റെ കാലത്ത്. അതായത് ആദ്യ പിണറായി സർക്കാർ നേരത്തെ വിഷയം പറഞ്ഞാൽ ആ ബുദ്ധിപൂർവ്വം നീക്കമാണ്. ഒരു വീട്ടിൽ ഒരാൾക്ക് ജോലി കൊടുക്കുക. അപ്പോൾ പിന്നെ അവരെന്ത് ചെയ്യുന്നു? അവരുടെ വീട് രക്ഷപ്പെടുകയാണ് ഈ ഒരാളെ കൊണ്ട്. അല്ല, 87 ഇവരുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളിൽ ഒന്ന് കയറുന്നെങ്കിൽ കേരള നാട് കേർക്ക് ഒരു ഭരിച്ചിടുന്നു. രണ്ടാമത്തെ മുദ്രാവാക്യം 10 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുമെന്നായിരുന്നു. 10 ലക്ഷം ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കുമെന്നായിരുന്നു. എന്നിട്ട് അവസാനം എന്ത് പറ്റി? അന്ന് ആ മന്ത്രിസഭയിൽ ഒരു മന്ത്രി അവസാനം പറഞ്ഞ ആൾ വേളം വെച്ചപ്പം നിങ്ങൾ പട്ടി പിടിക്കാൻ പോയിക്കൂടെ, പട്ടി പിടുത്ത ഒരു തൊഴിലാണല്ലോ എന്ന് പറഞ്ഞു. അതുപോലെ ഇതിപ്പോൾ ഓർത്തോണം, PSCന്ന് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന് ഇന്റർവ്യൂവും കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുള്ളപ്പോഴാണ് ആ വേക്കൻസി റിപ്പോർട്ട് ചെയ്യാതെ അവിടേക്ക് ഇവരെ എടുത്തു വയ്ക്കുന്നത്. ഏതാ താൽക്കാലികക്കാരെ? കഴിഞ്ഞ ഇപ്പോൾ PSC കുറേ ലിസ്റ്റുകളുടെ കാലാവധി നീട്ടിയല്ലോ. ഇതിൽ ഭൂരിപക്ഷവും കോളേജ് അധ്യാപകരുടെ നിയമനങ്ങളായിരുന്നു. അത് ചവിട്ടിപ്പിടിച്ച് വെച്ചിരിക്കുകയായിരുന്നു. കാരണം ഈ വാഴക്കൊലക്കെല്ലാം ജോലി എടുക്കണ്ടേ, വാഴക്കൊല PhD-കാരിക്കെല്ലാം ജോലി എടുക്കാൻ വേണ്ടിയാണ് ഈ പരിപാടി. ഈ പറഞ്ഞതുപോലെ എല്ലാ തസ്തികകളും ഇവർ ചവിട്ടി വെച്ചു, PSCക്ക് റിപ്പോർട്ട് ചെയ്യാതെ. എന്നിട്ട് ഇവരെ എല്ലാം താൽക്കാലികക്കാരെ എടുത്തു. അതായത് ഇത്ര ദിവസം 180 ദിവസം 6 മാസമാണ് ഇവരുടെ കാലാവധി. 179 ദിവസമേ കൊടുക്കൂ, ക്ലെയിം വരായിരിക്കും. പക്ഷേ എന്ത് ചെയ്യുന്നു? 10 വർഷമായ ഇവരെ അങ്ങ് സ്ഥിരപ്പെടുന്നു. 10 വർഷമായി ഒരേ പോസ്റ്റ് ജോലി ചെയ്യുന്നു. അവർ ആ പോസ്റ്റ് അങ്ങ് സ്ഥിരപ്പെടുത്തും. അപ്പോൾ ഓർത്തോണം, ഈ പോസ്റ്റിലേക്ക് പരീക്ഷ നടന്ന ആൾ വെളിയിൽ നിൽപ്പോട്ട് അഡ്വൈസ് ചെയ്യത്തില്ല, അല്ലെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത് വീട്ടിലിരിക്കണ വാഴക്കൊലയുടെ കാര്യത്തിൽ അവർക്ക് താല്പര്യമുള്ളത്. അപ്പം ഇവിടെ ഈ പാവപ്പെട്ട ഇവിടെ നമ്മൾ കാണുന്ന ഈ സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം കണ്ട് നമ്മൾ മടുത്തു. ഇവിടെ എത്ര ഇതുപോലെ ലിസ്റ്റിൽ പേരുള്ള ആളുകൾ വരാറുണ്ട്. അവർ ഞങ്ങളുടെ സഹായം തേടിക്കൊണ്ട് നിയമനം ഇനി ഒരു 10 പേരെടുത്ത ജോലി കിട്ടുന്ന സാധ്യതയുള്ളവരെ പോലും. പക്ഷെ 50 പോസ്റ്റ് ഉണ്ടെങ്കിൽ എടുക്കില്ല. എല്ലാത്തിൻ്റെ അവിടെ കിടന്ന കാര്യം ഒരാൾക്ക് നിയമനം. ഈ സർക്കാർ ഇക്കാര്യത്തിൽ ആർജവം കാണിക്കണം. അതല്ല, ഇത് മൊത്തം എടുത്ത് കളയണം. അപ്പൊ കളയെന്ന് പറഞ്ഞാൽ ഒരു അടുത്തത് വരുന്ന സെന്റിമെന്റൽ ഫാക്ടറാണ്. അവരുടെ കുടുംബം പട്ടിണിയാവും. ആരും പറഞ്ഞില്ല ഇവർക്ക് ജോലി കൊടുക്കാൻ. പറഞ്ഞു നമ്മൾ അനധികൃതമായ ഒരു അനധികൃതമായിട്ട് എന്ന് പിൻവാതിലുകളൊക്കെ. അതായത് കഷ്ടപ്പെട്ട് പഠിച്ച് ബുദ്ധിമുട്ടി കാശ് മുടക്കി പഠിച്ച് റാങ്ക് ലിസ്റ്റ് വന്ന ആൾക്കാർ നിലനിൽക്കുമ്പോൾ ഒരു പണിയും ചെയ്ത പാർട്ടി മെമ്പർ ആണെന്നുള്ള ഏക യോഗ്യതയുടെ പേരിൽ പിൻവാതിലൂടെ അകത്ത് കയറി പാർട്ടിക്ക് ജോലി കൊടുക്കാമല്ലോ. ഇപ്പോൾ പാർട്ടിയുടെ പബ്ലിക്കേഷൻസ് ഉണ്ട്, പത്രങ്ങളുണ്ട്, അവരെ മറ്റേ എന്താ അമ്യൂസ്മെന്റ് പാർക്കുണ്ട്, എത്ര സ്ഥാപനങ്ങളുണ്ട്. അവിടെ കൊടുത്താൽ പോരെ അവർക്ക്. ഈ സഹകരണ ബാങ്കുകളിൽ മൊത്തം ഇവരല്ലേ, എന്നിട്ട് അത് മുഴുവൻ കൊള്ളയടിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ അകത്ത് കയറി ഇരുന്നേച്ച് തൊഴിലവസ്ഥ എന്തിനു ഏറെ പറയുന്നു? ഈ ആശ്രിത നിയമനം പോലും ഇതിനിടയ്ക്ക് മുടങ്ങി. കേന്ദ്ര സർക്കാർ ആശ്രിത നിയമനം നിർത്തുകയാണ്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു നീക്കം എന്തുകൊണ്ട് നല്ലത്? അത് കോടതി ഇടപെടണം. അത് സർക്കാർ കോംപ്രമൈസ് ചെയ്യാൻ നോക്കിയാലും കോടതി വലിയ പ്രശ്നം. 10 വർഷം ആരെ നിയമിച്ച ആൾക്കാർ കോടതി പോയി ഇവർ പറഞ്ഞത് ഞങ്ങൾ 10 വർഷമായി ഞങ്ങളെ നിയമിക്കണമെന്നും പറഞ്ഞ് ഇവർ കോടതി പോകണം. കോടതി ഇരിക്കുന്നവർ കാര്യം അറിയാമല്ലോ. അപ്പോൾ അതിനകത്ത് ഈ ഇല്ലാത്ത പോസ്റ്റിൽ ആളെ ഉണ്ടാക്കി നിയമിച്ച് അവർക്ക് അനാവശ്യ മോഹങ്ങളെല്ലാം നൽകിയതിന് ശേഷം അവസാനം അവർ പിന്നെ ജോലി പോകുന്ന അവസ്ഥയാകുമ്പോൾ നമ്മൾ വിലപിച്ചിട്ട് കാര്യമില്ല. ജോലി പോകണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ അനർഹരാണ്. അർഹരായി പഠിച്ച് പാസ്സായ പിള്ളേരുണ്ട്. പാർട്ടിക്ക് ബസ്സിന് കല്ലെറിയാനും നാട്ടുകാരുടെ വീട് ആക്രമിക്കാനും ഈ പറഞ്ഞ ED ആക്രമിക്കാനും പോയതിൻ്റെ പേരിൽ സർക്കാർ ജോലി കൊടുക്കാൻ ഇത് പാർട്ടി പ്രവർത്തനത്തിലുള്ള പ്രതിഫലമല്ല. എന്താണെങ്കിലും ശരി, ഈ സർക്കാർ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അത് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ അത് ആയിരിക്കും ഈ UDF സർക്കാരിൻ്റെ ഏറ്റവും മികച്ച തീരുമാനം. മാത്രമല്ല, ഇത് നിർബന്ധമായി എല്ലാ സ്ഥാപനത്തിലും നടപ്പാക്കുകയും വേണം. അതെ, അതായത് അതാത് സ്ഥാപന മേലധികാരികളോട് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യം. ഇവരാണേലും ശമ്പളം കൊടുക്കണം, അവരാണേലും ശമ്പളം കൊടുക്കണം. ഈ 10 വർഷം ഈ താൽക്കാലികക്കാരെ എടുത്ത് കുറഞ്ഞ ശമ്പളത്തിൽ ഡെയിലി വേസ് കൊടുത്തേച്ച് വീണ്ടും അവരെ പോസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഈ പറഞ്ഞ ശമ്പളം കൊടുക്കണ്ടേ? പക്ഷേ സ്വന്തം വീട്ടിലുള്ള ഈ വിഡ്ഢികളെ ജോലിക്ക് എടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം. അതാണ്. എന്താണെങ്കിലും ഒരു കാര്യം ഞങ്ങൾ സർക്കാരിനോട് പറയാനുള്ളത്, ഉറപ്പായിട്ടും 10 വർഷത്തെ മൊത്തം അനധികൃത നിയമനം, അതായത് പിൻവാതിലൂടെ നിയമിച്ച് 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള പേര് പറഞ്ഞ് വെച്ചിരിക്കുന്ന മൊത്തം ആൾക്കാരെയും അപ്പം തന്നെ പിരിച്ചുവിട്ട് സ്ഥിരം നിയമനം നടത്തുക. റാങ്ക് ലിസ്റ്റിൽ പേരുള്ളവരെ അല്ലെ എംപ്ലോയ്മെന്റ് മുഖേന ആളെ എടുത്ത് നിയമനം നടത്തണം. അതാണ് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം. ആ നിയമം അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുക. അല്ലെങ്കിൽ ഇവിടെയുള്ള മുഴുവൻ പിന്നെ ജനങ്ങളും പാർട്ടി പ്രവർത്തകനായി ഇറങ്ങും, ബസ്സിന് കല്ലെറിയാൻ ഇറങ്ങും, സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങും. അങ്ങനെയുള്ള ഒരു കീഴ്വഴക്കം ഇവിടെ ഉണ്ടാകാൻ പാടില്ല. പശ്ചിമ ബംഗാളിലെ ജനങ്ങൾ റോഡിൽ ഇറങ്ങി ചെയ്യുന്നത് പോലത്തെ കാര്യങ്ങൾ നിങ്ങൾ നാളെ നേടേണ്ടി വരുന്ന രാഷ്ട്രീയക്കാർ. അത്രയേ ഉള്ളൂ.